എല്ലാവർക്കും നമസ്കാരം. കുക്കുംബർ സിറ്റിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നിങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ വഴി സൈഡിൽ ഇങ്ങനെ കുറേ അധികം ചാക്ക് കെട്ടുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നൊന്ന് അറിയാനായിട്ട് ഇവിടെ ഇറങ്ങി ഒന്ന് ഇതെന്താണെന്നൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു വളരെ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണെന്ന്, അല്ലെങ്കിൽ ഇത് എല്ലാവരിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് തോന്നി. കാരണം ഇത് കേരളം എന്നല്ല ലോകം മുഴുവനുള്ള ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമാണ് ഈ ചാക്കുകെട്ടിൽ കിടക്കാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനം. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം സംഭവം വേറൊന്നുമല്ല, നമ്മൾ എല്ലാ ആൾക്കാരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളായിരിക്കും, അല്ല അടുക്കള മാലിന്യങ്ങളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡയപ്പറുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സാനിറ്ററി പാഡുകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വേസ്റ്റുകൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവും. പക്ഷേ ഇതൊന്ന് കളയുക എന്ന് പറയുമ്പം പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ആവും, അത് ചിലപ്പം കത്തിച്ച് കളയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതുള്ള വേസ്റ്റുകൾ സംസ്കരിക്കുക എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും വളരെ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനുള്ളൊരു ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ ചാക്കുകെട്ടുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാക്കുകെട്ടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഒരു 100-300 കിലോമീറ്റർ വരെ കോഴിക്കോട് നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇറക്കുമതി ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് മറ്റൊന്നുമല്ല, ഇതൊരു ഫാക്ടറിയിലെ വേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് വേസ്റ്റ് വേണേലും നമുക്ക് കൊണ്ടുപോയിടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മുടെ കൊക്കയാർ പഞ്ചായത്തിലുള്ള കൊടുകുത്തി എന്നൊക്കെ പറയുന്ന, അതായത് മേലോരം റോഡിൻ്റെ സൈഡിലാണ് ഈ വേസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ കൊക്കയാർ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണേലും എന്ത് വേസ്റ്റ് വേണേലും ഇവിടെ കൊണ്ടിടാം. അതൊരു യാതൊരു പ്രശ്നമില്ല. അപ്പം ഇതുവരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ പോലും ഒരു യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഒരു ചാനലിലും ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ടാവില്ല. അതായത് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലങ്ങൾ, സുഖവാസത്തിന് പറ്റിയ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല ചാനലുകളിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലം എനിക്ക് തോന്നുന്നു ലോകത്ത് വേറെ അടുത്തും കാണില്ല. ഈ കൊക്കയാർ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേസ്റ്റും കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊക്കയാർ പഞ്ചായത്ത് എന്ന്. ആർക്കും ഒരു പ്രശ്നങ്ങളുമില്ല. ഇത് ഇതൊരു നെഗറ്റീവായിട്ടല്ല പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ഇടാൻ വേണ്ടി നമുക്കൊരു സ്ഥലം വേണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ്, അതായത് എന്ത് വേസ്റ്റും സ്വീകരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു പേരിലാണ് കൊക്കയാർ പഞ്ചായത്തിന് ഉള്ളത്. അതായത് എന്ത് വേസ്റ്റ് നമുക്കിവിടെ ഡംപ് ചെയ്യാം. ആരും നിങ്ങളോട് ചോദിക്കില്ല, പഞ്ചായത്ത് അധികാരികൾ ചോദിക്കില്ല, മെമ്പർമാർ ചോദിക്കില്ല, പോലീസുകാർ ചോദിക്കില്ല, ആർക്കും, നാട്ടുകാർക്കാണ് ഒരു പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾക്കിപ്പം ഈ പറയുന്ന ഒരു സ്ഥലം 35-ാം മൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ റോഡിൻ്റെ ഒരു ബിഗിനിങ്ങിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ 10 കിലോമീറ്റർ സഞ്ചരിക്കണ്ട, ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഗേറ്റ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ വേണം നിങ്ങൾക്ക് വേസ്റ്റ് തള്ളാം. ഇനിയിപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വേസ്റ്റ് തള്ളാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ മേലോരത്തേക്കൊക്കെ വരുന്ന ഇഷ്ടംപോലെ വണ്ടികൾ, കാറും ജീപ്പും പിക്കപ്പും ഒക്കെ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ടോ. അപ്പോൾ ഏതെങ്കിലും വണ്ടിക്കാർ കൈ കാണിച്ചിട്ട് നിങ്ങൾ കൊടുത്തിട്ട് ഇത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇട്ടേക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ കൊണ്ട് ഇട്ടോളും. അത്രയും നല്ല നാട്ടുകാരാണ് മേലോരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ. അവരിത് എവിടെ വേണമെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ വണ്ടികളൊക്കെ അല്ലേ വരും, പഞ്ചായത്ത് മെമ്പർമാരതിലൊക്കെ വരും. അപ്പോൾ ഇവരോടൊക്കെ ഇന്ന് ചോദിച്ചാൽ മതി, ഈ വേസ്റ്റ് ഒന്ന് കളഞ്ഞാക്കോ സാറേ എന്ന് ചോദിച്ചാൽ കൊടുക്കുവാണെങ്കിൽ അവരത് കൊണ്ട് കളയും. അത്രയും നല്ല ആൾക്കാരാണ് നമ്മുടെ പഞ്ചായത്തിലും കാര്യങ്ങളിലൊക്കെ ഉള്ളത്. പിന്നെ പാരിസൺ ഗ്രൂപ്പിൻ്റെ മുതലാളിമാരാണെങ്കിൽ തൂർന്നത് വരെ കൊക്കയാർ പഞ്ചായത്തിലാണ്. ഈ കൊക്കയാർ പഞ്ചായത്തിലെ മെമ്പർമാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇത് തിന്നിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുന്നത്, വേസ്റ്റ് സൗഹൃദ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊക്കയാർ പഞ്ചായത്താണ്. പ്രത്യേകിച്ച് ഈ കൊക്കയാർ പഞ്ചായത്തിലെ 3-4 വാർഡുകളൊക്കെ ബോയ്സ് എസ്റ്റേറ്റ്, കൊക്കയാർ, മേലോര ഏരിയ എന്നൊക്കെ പറയുന്നത് ഇതിനു വേണ്ടി മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഉള്ള എന്ത് തരം വേസ്റ്റ് ആണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇവിടെ ഇടാം. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, നിയമപ്രശ്നങ്ങളൊന്നുമില്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് പല പരിസ്ഥിതിവാദികളും എന്താ പറയുന്നത്, ഇത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ ആറുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ആറ്റിലേക്ക് ഒലിച്ചിറങ്ങി അവിടുത്തെ എന്താ പറയുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാകും. മീനുകൾ ചത്തൊടുങ്ങും, അല്ലെങ്കിൽ ഈ പരിസരങ്ങളിലുള്ള വീടുകളുടെയൊക്കെ കിണറ്റിലൊക്കെ വെള്ളത്തിലേക്കൊക്കെ ഇത് വന്നിട്ട് അവിടുത്തെ കുറേ ആൾക്കാർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും
ഇതിൻ്റെ എന്താ പറയുന്നത് കമൻ്റൊക്കെ ഇട്ടുകൊണ്ട് വരും. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇന്ത്യ പോലുള്ള രാജ്യത്ത് 150 കോടി പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനകത്ത് 10,000 പേര് ചത്തുപോയാൽ ആർക്കെന്ത് പ്രശ്നം? ഇത് ഒന്നും അങ്ങനെ ഒന്നൊരു വിഷയമേ ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ കൊണ്ട് ഇട്ടുകൊള്ളുക. കുറച്ച് പേര് ചിലപ്പം വയറ്റിളക്കം വരുമോ ചത്തുപോവോ ഒക്കെ ചെയ്താൽ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്ത് വേസ്റ്റ് വേണമെങ്കിലും തള്ളി. ഞാൻ പറഞ്ഞില്ല, ഈ വേസ്റ്റ് തള്ളാനും ഒരു സ്ഥലം വേണമല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഈ കൊക്കയാർ പഞ്ചായത്തിലെ മേലോരം ബോയ്സ് റോഡ് എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ 2 സൈഡിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് എന്താ പറയുന്നത്, നെടുമ്പാശ്ശേരി തേക്കടി ഹൈവേ എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈവേ ഒക്കെയാണ്. പക്ഷേ വലിയ വണ്ടിത്തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വിജനമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് രാത്രി പകലൊന്നുമില്ല, എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് വേസ്റ്റ് തള്ളാം. അപ്പോൾ അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ കൂടിക്കിടക്കുന്ന വേസ്റ്റുകളാണ്. ഇതെല്ലാം ഇങ്ങനെ തള്ളി ഇതുണ്ട്. ഗേറ്റ് വരെ സ്ഥാപിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കെന്താ പറയുന്നത്, എവിടെ വേണമെങ്കിലും പബ്ലിക്കിന് അക്സസബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളാവുന്ന സ്ഥലങ്ങളാണ്. നോ ഇഷ്യൂസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പല ആൾക്കാരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് കുക്കുംബർ സിറ്റി എന്നൊരു പേര് ചാനലിട്ട്. അപ്പം ഇതാണ് ഈ ഒരു ചാനലിന് ഇങ്ങനൊരു പേരിടാനുള്ള കാരണം. കുക്കുംബർ സിറ്റി വെള്ളരിക്കാപ്പട്ടണം. ഇതൊരു വെള്ളരിക്കാപ്പട്ടണം. ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. ഇവിടെ എന്ത് വേസ്റ്റും എന്ത് സംഭവവും പൊക്കോളും. നോ ഇഷ്യൂസ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ പരിചയത്തിലുള്ള ഈ വേസ്റ്റ് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുമെന്നറിയത്തില്ലാതെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ അവർക്കെല്ലാവർക്കും വേസ്റ്റ് കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രത്യേക സൗകര്യം ഈ കൊക്കയാർ പഞ്ചായത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ സൗകര്യം മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും, ഈ കുക്കുംബർ സിറ്റിയിൽ ഇനിയും ധാരാളം സ്ഥലമുണ്ട്. ഈ റോഡിന് 2 വശത്തും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ റോഡിൻ്റെ ഒരു 2% പോലും സ്ഥലത്ത് നമ്മളിപ്പോൾ വേസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പം ഒരു മാലിന്യ സൗഹൃദ പഞ്ചായത്ത് എന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മുഴുവൻ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയ ഫുള്ള് നമുക്ക് വേസ്റ്റ് കൊണ്ട് മൂടണം. അതാണ് ഞങ്ങളുടെ അടുത്തൊരു എയിം. ഒരു 2027 ഒക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് ഒരു 6 മാസം കൊണ്ട് ഇവിടെ മൊത്തം നമ്മൾ വേസ്റ്റ് കൊണ്ട് മൂടണം. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വേസ്റ്റ് മാത്രം മതിയാവില്ല. നമ്മൾ പുറത്തുനിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇനി വേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മൾ വേസ്റ്റ് ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാ ആൾക്കാരും എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കൂടുതൽ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഈ ഒരു സ്ഥലം, ഈ ഒരു റോഡിൻ്റെ ഇരുവശങ്ങളും മനോഹരമായിട്ട് വേസ്റ്റ് നിറച്ച് സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പം കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ മാലിന്യ സൗഹൃദ പഞ്ചായത്ത് എന്നുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമ്മൾ ഇപ്പം കൊക്കയാർ പഞ്ചായത്തിന് നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു റെക്കോർഡ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട് മുന്നോട്ടേക്ക്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ ആദ്യ മാലിന്യ സൗഹൃദ പഞ്ചായത്ത് എന്നുള്ള പേര് നമുക്ക് അവസാനം വരെ നിലനിർത്തണം. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഈ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഉദ്യോഗസ്ഥരൊക്കെ വളരെ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉദ്യോഗസ്ഥന്മാരുടെയും നമ്മുടെ വാർഡ് മെമ്പർമാരുടെയൊക്കെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇതിനോട് നമ്മളെല്ലാവരും മാക്സിമം ആത്മാർത്ഥമായിട്ട് സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്കിത് ഇവിടെ കൊണ്ടുവന്നിടാനായിട്ട് ഇവിടം വരെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹോം കളക്ഷൻ സിസ്റ്റവും അവൈലബിൾ ആണ്. കൊക്കയാർ പഞ്ചായത്തിൻ്റെ ലാൻഡ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ മെമ്പർമാരുടെ ഒക്കെ നമ്പറുകളിലോ ഉദ്യോഗസ്ഥരുടെ നമ്പറുകളിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയാണോ പരിചയമുള്ള ആ ഉദ്യോഗസ്ഥരെയോ മെമ്പർമാരെയൊക്കെ വിളിക്കുക. അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവരുടെ വായിൽ തന്നെ ഇത് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് തുപ്പിയിടുന്നൊരു സിസ്റ്റമൊക്കെ ഉണ്ട്. ഇപ്പം പാരിസൺ ഗ്രൂപ്പൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഇവരുടെ വായിലാണ് സാധിക്കുന്നത്. അപ്പം ഈ ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ മെമ്പർമാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് നിങ്ങളുടെ വീടുകളിൽ വന്ന് കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഈ ഒരു ഉദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും മാക്സിമം ശ്രമിക്കുക. ഈ കാണുന്ന റോഡിൻ്റെയൊക്കെ ബാക്കിയുള്ള ഫില്ലാവാനുള്ള സ്ഥലങ്ങളും കൂടി എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്ത് നമ്മൾ ഈ വർഷത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമുക്ക് നിലനിർത്തണം, അത് ഉറപ്പാക്കണം. അതിനുവേണ്ടി എല്ലാവരും മാക്സിമം പരിശ്രമിക്കുക. അപ്പം എന്തായാലും ഈ വീടുകളിൽ ഈ വേസ്റ്റ് വെച്ച് ഇത് മറ്റൊരാൾക്കും കൊടുക്കാണ്ട് വീടുകളിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇതൊക്കെ
വീടുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, ഇതെവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോ അയച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന്, ഇത് എന്ത് വേസ്റ്റും സ്വീകരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുക. അങ്ങനെ എല്ലാ ആൾക്കാരുടെയും വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത് വെറുതെ വീട്ടിൽ വെച്ച് മണത്തുകൊണ്ടിരിക്കുന്നത്? അപ്പം വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം വേസ്റ്റ് ഓൾറെഡി ഒക്കെ പഞ്ചായത്തിനുള്ളിൽ മാക്സിമം വേസ്റ്റുകളുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും ഒക്കെ, എന്നാലും ബാക്കിയുള്ള വേസ്റ്റുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം.